ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചിൽ ബ്രോ. ഗൈസ്, നമ്മൾ കുറേ നാൾ കൊണ്ട് നമ്മളൊരു അടി കിട്ടുന്ന പ്രാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അടി കിട്ടുന്ന ടൈമിൽ അറ്റ് എൻഡിൽ നമ്മളത് അതിൽ നമ്മൾ നൈസായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലാതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് എനിക്ക് നല്ല രീതിയിലുള്ള അടികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഗൈസ്, നമ്മൾ ഈ വീഡിയോ കഷ്ടപ്പെട്ട് എടുത്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയാണ്. ഗൈസ്, നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഗൈസ്, മസ്റ്റായിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്. ഹലോ. ഷർട്ടിൻ്റെ കളർ വെള്ളയാ. ഫോണൊക്കെ ഉണ്ട്. നീ ആ ഫോട്ടോ നീക്കോ? നോക്കട്ടെ ചേട്ടാ, ഒരു മിനിറ്റ്. ചേട്ടാ, ലൈറ്റർ ഉണ്ടോ? ലൈറ്റർ ആ. പുള്ളി സിഗരറ്റൊന്നും വലിക്കത്തില്ലെന്ന് തോന്നുന്നത്. ഒരാൾ ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു. പേരൊന്നും പറഞ്ഞില്ല, ഫോട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാളിരിപ്പുണ്ട്. ചേട്ടാ, സിഗരറ്റൊന്നും വലിക്കത്തില്ലല്ലോ? ഞാൻ സിഗരറ്റും വലിക്കില്ല, കള്ളു കുടിക്കില്ല, പെണ്ണ് പിടിക്കില്ല. ഓൺലി ജീസസ്. ഓക്കെ. തട്ടിക്കൊണ്ട് എന്തോ അങ്ങനെ എന്തോ പറഞ്ഞത്. തട്ടിക്കൊണ്ടെന്നല്ല, ഇങ്ങനെ ഒരാൾ പുള്ളി ഇരിപ്പുണ്ട്. ആ പുള്ളി ഒന്ന് നീറ്റ് ആൻഡ് ക്ലീനാന്ന് പറഞ്ഞാൽ നമുക്ക് വിൽക്കാന്നൊക്കെ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലേ? ഞാനങ്ങനെ ഒരിക്കലും ഇതായിട്ട് നിൽക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കാണല്ലോ. എൻ്റെ ഫോട്ടോ കാണിച്ചത്. ഒരു മിനിറ്റ് ഒന്നുകൂടെ വിളിച്ചോട്ടെ. ഹലോ, ക്ലോറോഫോൺ. ആ ഫോട്ടോ ഞാൻ ചോദിച്ചോട്ട്. അല്ല വേഷം കെട്ടിരിക്കണം. ഇതല്ല അല്ല എന്തെങ്കിലും വേഷം കെട്ടിരിക്കണം. ആള് മാറിപ്പോട്ടെ എനിക്ക്. ഇതല്ലേ? ആള് മാറിപ്പോയി. ഇവിടെ വിളിച്ച് അതിൽ കൂട്ടി ആള് നിന്നെ വന്ന് പൊക്കൊണ്ട് പോകും. മിണ്ടാണ്ടിരുന്നോ? ഇതെങ്ങനെ കൊണ്ടുപോകുന്നത്? അല്ല കളി കളിക്കല്ലേട്ടാ. നീ താടി പിടിക്കാൻ ആരാടാ? നീ താടി പിടിക്കാൻ ആരാ? നീ എന്താ ഇതൊരു പ്രാങ്ക്. അങ്ങനെ ജസ്റ്റ് തൊട്ട വിളിച്ചു. ചേട്ടാ, ഒന്ന് ജസ്റ്റ് തൊട്ടേ തൊട്ടേ വിളിച്ചാൽ മതി. നിന്നിവിടെ കൊന്നോളെ ആള് വരും. എന്റെ താടിക്ക് പിടിക്കാൻ മലയാളി പോലെ ഞാൻ പിടിച്ച